നമസ്കാരം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. അതിനുശേഷം അവരുടെ ഭർത്താവായ PA മുഹമ്മദ് റിയാസിന്റെ 6 സുഹൃത്തുക്കളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി ED. പക്ഷെ അപ്പോഴും CPM ന്യായീകരിച്ചത് ഇത് റിയാസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു തന്ത്രമാണ്, ഒരു വേട്ടയാണ് എന്നൊക്കെയാണ്. ഇവിടെ റിയാസിന്റെ വീട് റെയ്ഡ് ചെയ്തിട്ടില്ല. റിയാസിന്റെ സുഹൃത്തുക്കളായ 6 പേരുടെ വീടുകളാണ് റെയ്ഡ് ചെയ്തിട്ടുള്ളത്. റിയാസ് മന്ത്രിയായതിനു ശേഷമാണ് ഇതിൽ പലരും വലിയ ഉന്നത പദവിയിലേക്കൊക്കെ വന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയൊക്കെയാണ് നടന്നത്. ഇവിടെ CPM ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ നിശബ്ദത പാലിക്കുക. കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിൽ നടന്നത് എന്താണ്, എത്രത്തോളം കട്ടു, ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക്. പക്ഷേ ഇപ്പോഴും CPM കരുതുന്നത് എങ്ങനെയെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം, ഇതൊക്കെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ തള്ളിക്കളയാം, ജനങ്ങൾ അതൊക്കെ വിശ്വസിച്ചു കൊള്ളും എന്നുള്ളതാണ്. പക്ഷേ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികൾ പോലും ഇത് വിശ്വസിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ 23-ാം തീയതിയോ മറ്റോ കോഴിക്കോട് വെച്ച് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ പോവുകയാണ്. അവിടെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പ്രസംഗിക്കുമത്രേ. അപ്പോൾ MV ഗോവിന്ദൻ പ്രസംഗിക്കണം. കാരണം അങ്ങേര് പ്രസംഗിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അന്തം കമ്മികൾക്കുള്ള കുറച്ച് ധാരണയെങ്കിലും, അതായത് ഇവർ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ അതോ ഇനി ED രാഷ്ട്രീയ വേട്ട നടത്തുകയാണോ എന്നുള്ളൊരു സംശയത്തിന് അറുതി വരുള്ളൂ. അത് ഗോവിന്ദൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവും. കാരണം അദ്ദേഹം അത്ര ബുദ്ധിമാനാണ്. വാ തുറന്നാൽ വിഡ്ഢിത്തം മാത്രം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി, ഇത്രയധികം വിഡ്ഢിത്തം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി CPMന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ചടയൻ ഗോവിന്ദനെ പോലെയുള്ള പ്രഗത്ഭരിരുന്ന കസേരയിലാണ് ഈ MV ഗോവിന്ദൻ കയറിയിരിക്കുന്നത്. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ സംസാരവും രീതികളും അദ്ദേഹത്തിന്റെ ഒരു മുഖഭാവവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ബാലരമയിലോ ബാലമംഗളത്തിലോ മറ്റോ ശുപ്പാണ്ടി എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. വാ തുറന്നാൽ വിഡ്ഢിത്തം മാത്രം പറയുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രം. എനിക്ക് ശുപ്പാണ്ടിയെയാണ് കൊച്ചുകാലത്ത് വായിച്ച ആ ശുപ്പാണ്ടിയെയാണ് എനിക്ക് MV ഗോവിന്ദന്റെ കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത്. ഒരു ദേശീയ പാർട്ടിയല്ലേ, ഒരിടത്തും ഭരണമില്ലെങ്കിൽ പോലും ആകെ ഭരണമുള്ളത് കേരളത്തിൽ 3-4 പഞ്ചായത്തിലും 2-3 കോർപ്പറേഷനുകളിലും പിന്നെ 4-5 അണ്ടിയാപ്പീസിലും മാത്രമാണ്. അല്ലാതെ വേറെ ഒരിടത്തും അവർക്ക് ഭരണമില്ല. ഇപ്പോഴും പറയുന്നത് BJPയുടെ ഫാസിസ്റ്റ് നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. റിയാസിനെയൊക്കെ വേട്ടയാടാനുള്ള ശ്രമമാണ്, പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ്. പൊന്ന് ഗോവിന്ദ, പൊന്ന് CPM നേതാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ചത്ത് കിടക്കുന്നവനെ ആരെങ്കിലും വീണ്ടും ചവിട്ടുമോ? ഇല്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം CPM ഒരു എതിരാളിയേ അല്ല. കാരണം അവർക്ക് കേരളത്തിൽ ഭരണമില്ല. അങ്ങനെയാണെങ്കിൽ BJP പ്രതികാര നടപടി ചെയ്യേണ്ടത് ഈ കോൺഗ്രസ് നേതാക്കളെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കുരുക്കിയിട്ടാണ്. അതുണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലും കാര്യങ്ങളൊന്നും അവരാരും ചെയ്തതായിട്ടൊന്നും അറിവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പെരുംകൊള്ളകൾ ചെയ്തതെല്ലാം CPMകാരാണ്. അതിൻ്റെ ഒരു തുടർ നടപടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇനി എത്രയൊക്കെ ന്യായീകരിച്ചാലും അതിൽ നിന്ന് അത് വെള്ളപൂശി എടുക്കാൻ കഴിയില്ല. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഒരിക്കലും CPMനോട് ഇനി പക തോന്നേണ്ട കാര്യമില്ല. നമുക്ക് ഏതൊരു ദുഷ്ടനായിരുന്നാലും മരിച്ചു കിടക്കുമ്പോൾ അവനോട് സഹതാപം തോന്നും, മനുഷ്യത്വമുള്ള ആർക്കായിരുന്നാലും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും അധികാരമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയും ഇവിടെയൊക്കെ സമരം എന്ന പേരിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു തുക്കടാ പാർട്ടിക്ക്, ദേശീയ പാർട്ടി എന്ന പേരാണെങ്കിലും തുക്കടാ പാർട്ടിയോട് BJP എന്നുള്ള ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്തരത്തിലൊരു വൈരാഗ്യം തോന്നേണ്ട കാര്യം എന്താണ്? തകർന്നു കിടക്കുന്നവനെ വീണ്ടും തകർക്കാനുള്ള ശ്രമമെന്നാണ് പറയുന്നത്. ഇനി എവിടെയാണ് CPM തകരാനുള്ളത്? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ മെയ് 7-ാം തീയതി തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയപ്പോൾ അന്ന് ഈ CPMകാർ പ്രതിരോധിച്ചിരുന്നു. പലരും അറസ്റ്റിലായി, ജയിലിലായി. അപ്പോൾ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ ആണ് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മുഹമ്മദ് റിയാസിനെതിരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കാനാണ് ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വിലപ്പോകില്ല എന്ന് മാത്രമല്ല, വളരെ നാണം കെട്ട ഒരു ഇടപാടാണ്. നിങ്ങളൊന്നുമല്ലെങ്കിലും ചെയ്യേണ്ടത്, ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും ചെയ്യേണ്ടത്, അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. അല്ലാതെ ഇത് പാർട്ടിയെ സംബന്ധിക്കുന്ന വിഷയമല്ല, വ്യക്തിയെ സംബന്ധിക്കുന്ന വിഷയമാണ്. അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അവർ അതിൻ്റെ നടപടികൾ എടുക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും ഒഴിയാൻ ഉള്ളതിന് പകരം അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ പോവുകയാണ്. ഒന്നോർത്ത് നോക്കുക. അപ്പോൾ റിയാസ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്, ഞാനുമായി അടുപ്പമുള്ളവരെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് റിയാസ് ഇപ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റിയാസ് കോഴിക്കോട് ജില്ലക്കാരനാണ്. കോഴിക്കോട് ജില്ലയിലുള്ള ആരെയും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നും പാടില്ലെന്നാണോ റിയാസ് പറയുന്നത്? എല്ലാം ഏതെങ്കിലും രീതിയിലുള്ള അടുപ്പമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരം വിഡ്ഢിത്തങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുടുംബം, അതായത് പിണറായി വിജയൻ്റെ കുടുംബം, ഈ ഒരു വ്യക്തിയും ഈ ഒരു കുടുംബവുമാണ് ഈ പ്രസ്ഥാനത്തെ തന്നെ, കാരണം ഒരു വൃത്തികെട്ട പ്രസ്ഥാനമാണെങ്കിൽ പോലും ആ പ്രസ്ഥാനത്തെ ഇത്രയധികം
അധപ്പതിപ്പിച്ചത് ഈ പിണറായി വിജയൻ്റെ ഒരു കുടുംബം മാത്രമാണ്. മറ്റ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഉൾപ്പെടെയുള്ള പലരും പല അഴിമതികളുമൊക്കെ കാണിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ വീണ ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ വളരെ ഒരു താഴേക്കിടയിലുള്ള ഒരു കുറ്റകൃത്യം മാത്രമാണ്. ഇനി ED ഉദ്യോഗസ്ഥരോട് BJPയോ മറ്റാരോ പറഞ്ഞു കൊടുത്തതല്ല. തിരുവനന്തപുരത്തെ വീണയുടെ വാടക വീട് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്ന, അവരുടെ കയ്യക്ഷരത്തിൽ രേഖപ്പെടുത്തിയിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പം ED ഇറക്കിയ പത്രക്കുറിപ്പിൽ പോലും അവർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ EDക്കെതിരെ സംശയം നീളത്തക്ക രീതിയിലാണ് CPM-ഉം CPM നേതാക്കളും ഒക്കെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇടത് സൈബർ ഇടങ്ങളിൽ പോലും. അതിനെയൊക്കെ പ്രതിരോധിക്കാതിനായിരിക്കണം, തലയ്ക്ക് വെളിവുള്ള ആർക്കെങ്കിലും, ചിന്തിക്കാൻ കഴിവുള്ള ആർക്കെങ്കിലും മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ED പത്രക്കുറിപ്പിലൂടെ ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത്. എന്തായാലും കോഴിക്കോട് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാര്യം കൂടി, ഇതുപോലെയുള്ള പാർട്ടി എന്തായാലും ചത്തു കഴിഞ്ഞു. CPM എന്നൊരു പ്രസ്ഥാനത്തിന് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പില്ല. ഒരിക്കലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഗോവിന്ദൻ മാറുകയും ചെയ്യരുത്. കാരണം ഗോവിന്ദനെ പോലെയുള്ള ഒരാൾ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്തും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് ഈ പിണറായി വിജയനും മറ്റുള്ള നേതാക്കളുടെ സ്ഥാനത്ത് ഈ W റഹീമിനെ പോലെയുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടി നാമാവശേഷമാകൂ. ഒരു കാര്യം കൂടി കേരള സമൂഹം ചിന്തിക്കണം. 3ാം തവണ കൂടി പിണറായി വിജയൻ അധികാരം കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എന്നുകൂടി ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയൊക്കെ വെളുപ്പിച്ചാലും ഈ ഒരു പിണറായി വിജയനെയും കുടുംബത്തിനെയും ഒന്നും വെള്ളപൂശാൻ കഴിയില്ല. ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ ഒരു വൻ തട്ടിപ്പും വൻ കള്ളത്തരവുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിച്ചാലും അതൊന്നും വിലപ്പോകില്ല. എന്തായാലും ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല, നിരപരാധികളായ ഒരുപാട് പേരുടെ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വേട്ടയാടപ്പെട്ട നിരപരാധികളായ ഒരുപാട് പേരുടെ പ്രാക്കും ശാപവും ഒക്കെ ആ കുടുംബത്തിൻ്റെ തലയിലുണ്ട്. അതൊക്കെ അനുഭവിക്കാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. എന്തായാലും അതൊക്കെ അനുഭവിച്ചേ മതിയാകൂ. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വിവരങ്ങളൊക്കെ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ED എന്തായാലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവിടെ ഒരു സമരം നടത്തിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം.